ഹലോ. സോ ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞ സത്യമല്ല. ഞാൻ ഇടയ്ക്ക് കുറച്ച് വ്ളോഗ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ടും എഡിറ്റ് ചെയ്യാൻ ടൈം ഇല്ല എന്നിട്ടും ഞാൻ ആ വ്ളോഗ്സൊക്കെ ഫുൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ 2025 എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു വ്ളോഗ്സ് പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന്. സോ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നു, ഞാനിപ്പോൾ നാട്ടിലാണ്. ക്രിസ്മസ് ഹോളിഡേയ്സിനും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞാൻ നാട്ടിൽ വന്നേക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നാട്ടിലെ ഓരോ വിശേഷങ്ങൾ എനിക്ക് ഓർമ്മ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ വ്ളോഗ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത്ര ലോങ് വ്ളോഗ്സ് ഒന്നല്ല, പക്ഷെ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഇങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് പോലെ ഞാൻ വ്ളോഗ്സ് ആയിട്ട് എടുത്ത് അതെല്ലാം കൂടെ ഒന്ന് ഒത്തു വരികയാണെങ്കിൽ ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 8:45 ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വേറൊരു മീറ്റിങ്ങിന് ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ. അടുത്ത മീറ്റിങ്ങിലോട്ട് കയറാൻ പോവാ. 9:30 ആയി. മീറ്റിംഗ് കഴിഞ്ഞു. സോ ടയേർഡ്. എനിക്ക് നല്ല വിശക്കുക. ഞാനൊന്നും ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുമില്ല. അപ്പോൾ നല്ല വിശന്ന് വയറിന് ശബ്ദം കേൾക്കുക. എന്തെങ്കിലും താഴെ നല്ലത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കഴിക്കാൻ നോക്കട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും പോയി ഓർഡർ. ഈ വീഡിയോ ഞാൻ വെറുതെ എടുത്തത്, ഒന്നും കാണിക്കൊന്നുമില്ല. പക്ഷേ ഐ ജസ്റ്റ് wanted to put it out there that ഞാൻ ക്രിസ്മസ് ഹോളിഡേയ്സിൽ ഞാൻ കറങ്ങാനും ഫുഡ് അടിക്കാനും മാത്രമല്ല, ഞാൻ പണിയെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം പുറത്തിറങ്ങുക. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് വരിക. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഷോപ്പിങ്ങും അതിനൊക്കെ ആയിട്ട് പുറത്തിറങ്ങുക. പിന്നെ ഒരു പിസ്സ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡ്രൈവർ ചേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. കടയിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. ബൈ ബൈ. കല്യാൺ സിൽക്സിലൊക്കെ പോയി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയേ ഉള്ളൂ. വേണ്ട ഒന്നും കിട്ടിയില്ല. പക്ഷെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഈ കൊച്ചുകുട്ടികൾക്ക് വയ്ക്കുന്ന കുറച്ച് ക്ലിപ്സും അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ക്ലിപ്സ് അങ്ങനെ വയ്ക്കുന്ന കൂട്ടത്തിലുമല്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ മിനിസോയിൽ കയറിയിരിക്കുക. വെറുതെ കുറേ എന്തായാലും എനിക്ക് ക്യൂട്ടായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ കുറച്ച് ഹെയർ ടൂൾസ് അതൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ കുറച്ച് നേരം പിന്നെ കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മേ ബി ഞങ്ങൾ ഡിന്നറിനോ എവിടെയെങ്കിലുമൊക്കെ പോകാനാണ് പ്ലാൻ, അറിയത്തില്ല. അപ്പോൾ ഞാൻ മിനിസോയിൽ വെറുതെ തിരിഞ്ഞ് നടത്തും. ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് മോളുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ഇപ്പോൾ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ റെഡിയായി. ഞാനിപ്പോൾ ഊബർ ബുക്ക് ചെയ്യാൻ പോവാം. ഹെയർ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുക, പക്ഷെ ഇറ്റ്സ് ഫൈൻ. എന്തെന്നായാലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഞാൻ മടക്കി കെട്ടും. അപ്പോൾ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓട്ടോ വന്നു. അയ്യോ, എൻ്റെ ചപ്പല്. ബൈ ബൈറ്റ. ഓട്ടോ കയറി.
ഞാനിപ്പോൾ കോട്ടയത്ത് ഏർലി മോർണിംഗ് ട്രെയിൻ ആയിരുന്നു, വന്ദേ ഭാരത് ആയിരുന്നു. അപ്പോൾ 5 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ടിയയുടെ കല്യാണമാണ് നാളെ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടയത്ത് വന്നേക്കുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫ്ലാറ്റിൽ കൂടുക. അപ്പോൾ നാളെയാണ് കല്യാണം. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. എനിക്ക് ഈ ഫ്ലാറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് വ്യൂ. എനിക്ക് വ്യൂ എത്ര കണ്ടാലും മടുക്കത്തില്ല. എന്താന്ന് എനിക്കറിയത്തില്ല. ഫുൾ ഗ്രീനറി ആയിട്ട് ചുറ്റും ഇങ്ങനെ. ഈ അപ്പാർട്ട്മെന്റിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അതോ 2 years ബാക്ക് തൊട്ട് ഈ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരാറുണ്ട്. അപ്പൊ ഈ അപ്പാർട്ട്മെന്റിൽ എനിക്ക് ഭയങ്കര മെമ്മറബിള് ഇവിടെ വരുന്നതും ഇവിടുത്തെ ഫുൾ കാഴ്ചകളും കാണാനും. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ ചെറിഷ്ഡ് മൂമെന്റ് വന്നിട്ട് ഞാനും ടിയയും കൂടെ ഈ അപ്പാർട്ട്മെന്റിൽ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കുറെ നേരം സംസാരിക്കുന്നതും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നതും അതൊക്കെയാണ്. അപ്പോൾ ഇപ്പോ ആലോചിക്കുമ്പോഴേക്ക് വാവ്, ടിയയുടെ കല്യാണത്തിന് വേണ്ടി വന്നേക്കോ. ഇനി ഓസ്ട്രേലിയക്ക് പോവാ. ഇനി എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഈ അപ്പാർട്ട്മെന്റ് വരും എന്ന്. അപ്പോ ഐ തിങ്ക് ദിസ് ഇസ് ഗോണ ബി ദ ലാസ്റ്റ് ടൈം ഞങ്ങൾ എല്ലാവരും ഈ അപ്പാർട്ട്മെന്റിൽ കൂടുന്നതും എല്ലാം. കോട്ടയത്ത് വരുന്നതും ഈ അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നതും ഒക്കെ ഞാൻ മിസ് ചെയ്യും. പറ്റില്ല പറഞ്ഞു. അവന്ന് കരഞ്ഞു ഞാൻ കുറച്ച് സ്റ്റൈലാണല്ലേ. കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് ക്ലിപ്സ് മിസ്സിങ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിളിലും കയറി നോക്കി. ഇടയ്ക്ക് ഞാൻ സ്നാപ്പിലൊക്കെ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ അതിലും കയറി നോക്കി, പക്ഷെ അതിലൊന്നുമില്ല. അപ്പോൾ ഐ തിങ്ക് ആ കുറച്ച് ക്ലിപ്പിങ്സ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. എൻ്റെ ഫോണിൽ യാതൊരു സ്റ്റോറേജും ഇല്ല. അപ്പോൾ ഒരിടയ്ക്ക് ഞാൻ എല്ലാ വീഡിയോസും ഇന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഇതിലായിരുന്നു. അപ്പോൾ മേ ബി ആ വീഡിയോസ് എല്ലാം കൂടെ പോയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ യു ഗൈസ് മൈറ്റ് ഫീൽ ലൈക്ക് ഇതിനൊരു പ്രോപ്പർ എൻഡിങ് ഇല്ല എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഐഫോണിൽ സ്റ്റോറേജ് ഇല്ല, എൻ്റെ കയ്യിൽ ഗൂഗിളിൽ സ്റ്റോറേജ് ഇല്ല. ഞാനിപ്പോൾ സ്റ്റോറേജ് കടം വാങ്ങിയൊക്കെ എടുക്കുവാണ്, പക്ഷെ എന്നിട്ട് സ്റ്റോറേജ് നിൽക്കുന്നില്ല.
അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്രോ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു. അന്ന് രാത്രിയായപ്പോൾ ട്രിവാൻഡ്രം എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വീക്കോളം ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1 വീക്ക് ഞാൻ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്റ്റേക്കേഷനും ഹൗസ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ആ ക്ലിപ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്കത് കാണാൻ ഭാഗ്യമില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഇനി നാട്ടിലൊക്കെ പോകുമ്പോഴേക്ക് എപ്പോഴെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുമ്പോഴേക്ക് ഞാനപ്പോൾ വ്ളോഗ് ആക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.